രാവിലെ ഒരു കുഴൽ ബോംബ് അങ്ങ് പൊട്ടി. എങ്ങനെയാണ്? കേരളത്തിൽ 2018 പ്രളയം മനുഷ്യനിർമ്മിതം. ഈ സർക്കാരാണ് അതിന് കാരണം. എങ്ങനെ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ 2018 ഓഗസ്റ്റിലാണല്ലോ പ്രളയം ഉണ്ടാകുന്നത്. അന്ന് രാവിലെ ഇരുന്നപ്പോൾ ഒന്ന് പിണറായി വിജയന് ഡാം തുറന്നു വിടാൻ ആഗ്രഹം. അങ്ങനെ ഫോൺ എടുത്ത് നേരെ, ഹലോ, നിങ്ങൾ മഴ പെയ്യിക്കണ ആളല്ലേ? കേരളത്തിലേക്ക് തീവ്രമായിട്ട് മഴ പെയ്യിക്കും. ഞാൻ പറഞ്ഞിട്ട് നിർത്തിയാൽ മതി. പറയുന്നത് വരെ മഴ പെയ്ച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഡാമുകൾ നിറഞ്ഞിട്ട് ഞാൻ തുറന്നു വിട്ടതിന് ശേഷം അങ്ങോട്ട് വിളിച്ച് പറയാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ മഴയുടെ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്താൽ മതി. അതുവരെ മഴ പെയ്യട്ടെ, പ്രളയം ഉണ്ടാക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പറയാതെ ആ മഴ നിർത്താനേ പാടില്ല. ഇങ്ങനെയാണ് അന്ന് 2018 ഓഗസ്റ്റിൽ കേരളത്തിൽ അതിശക്തമായ മഴയുണ്ടായി. അതിൻ്റെ പിന്നിൽ പിണറായിയാണ്. ആ പിണറായി വിജയന്റെ ഇടപെടൽ കൊണ്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടായി. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ സുപ്രീം കോടതി വക്കീലന്മാരെന്ന് പറഞ്ഞാൽ ഇത്രയും മരപ്പൊട്ടന്മാരാണോ എന്ന് ചോദിക്കുകയാണ്. കാര്യം ഇവർക്ക്, ഈ മരപ്പൊട്ടന്മാർക്ക് വരെ സുപ്രീം കോടതി ജഡ്ജാവാമെങ്കിൽ നമ്മുടെ നാട്ടിൽ ആർക്കും ജഡ്ജാകാവുന്നേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തലാണ് എന്ന് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ദിവസം വന്ന് ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സ്വല്പം ആൾതാമസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കാൻ ശ്രമിക്കും. ആ പഠിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് ഒരു ഓഡിയോ പുറത്തുവിട്ട് ഇതാ കേരളം കത്താൻ പോകുന്നു, തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടർ ഉയർത്താത്തത് കൊണ്ടാണ് പ്രളയം ഉണ്ടായത്, അതിന് മുകളിലേക്ക് ഈ കരിമണൽ ഒഴുകി പോകാതിരിക്കാൻ അടച്ചിട്ടു, അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഉയർന്നതാണ്, ഈ രീതിയിൽ കേരളത്തിൽ പ്രളയം ഉണ്ടാകണമെന്നാണ് ഈ മരമണ്ടൻ പറഞ്ഞത്. ഇപ്പോൾ എന്ത് വേണം? അതിനെ സംബന്ധിച്ച് കെ കൃഷ്ണൻകുട്ടി തന്നെ വന്ന് വിശദീകരിച്ചു. ഇത് നിയമസഭാ രേഖകളിൽ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വസ്തുത മനസ്സിലാക്കാതെയാണോ മാത്യു കുഴൽനാടൻ ഈ ആരോപണം ഉന്നയിച്ചത്? തീർച്ചയായിട്ടും വസ്തുത മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തകൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് തന്നെയാണ് ചോദ്യം ചോദിച്ചത്. ഹൈബിയുടെ അദ്ദേഹം നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഉണ്ടല്ലോ, അതില് ചോദ്യം 30/11/18 ഉള്ള ചോദ്യത്തിനാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടറുകൾ 2018 ആഗസ്റ്റിലുണ്ടായ പ്രളയത്തെ തുടർന്ന് എന്നാണ് ഉയർത്തിയതെന്ന് അറിയിക്കാമോ? മറുപടി: തോട്ടപ്പള്ളി സ്പിൽവേ 40 ഷട്ടറുകളും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 16/7/2018 പരമാവധി ഉയർത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു ഷട്ടറിന്റെ ചെയിന്റെ ഹുക്ക് ഒടിഞ്ഞുപോയത് കാരണം ഷട്ടർ താഴുകയും